ചോദിച്ച ഒരു ചോദ്യമാണ്. എൻ്റെ ചങ്ങാതി ഒരു നിരീശ്വരവാദിയാണ്. അവൻ എന്നോട് അള്ളാഹു ഉണ്ടെന്ന് തെളിയിക്കാമോ എന്നാണ് ചോദിക്കുന്നത്. അതിന് ഞാൻ എന്താണ് മറുപടി പറയേണ്ടത് എന്ന ചോദ്യമാണ് സുഹൃത്ത് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ആ ചോദ്യത്തിന് മറുപടി പറയുന്നതോടൊപ്പം സയ്യിദ് ബിൻ ജോർജ് അള്ളാഹു ഉണ്ട് എന്ന് നമുക്ക് സ്ഥാപിക്കാൻ സാധിക്കുന്ന ഏതാനും ചില തെളിവുകൾ കൂടി നമുക്ക് ഉദാഹരണ സഹിതം പറഞ്ഞു തരും. ഈ ചോദ്യത്തിന് മറുപടി പറയുന്നത് സയ്യിദ് ബിൻ ജോർജ്. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. എൻ്റെ സഹോദരി സഹോദരന്മാരോട് കൂടെ ഞാൻ കേരളത്തിൽ നിന്നാണെങ്കിലും ഞാൻ താമസിക്കുന്ന സെറ്റിൽഡ് ബാംഗ്ലൂരിലാണ്. ഈ ഒരു സൺഡേ എന്നെ സംബന്ധിച്ചിടത്തോളം ചിലർക്കും അറിയില്ല, ഞാൻ ക്രിസ്തു മതത്തിൽ നിന്ന് ഇസ്ലാം മതം സ്വീകരിച്ച് ബാംഗ്ലൂർ സെറ്റിൽഡാണ്. എൻ്റെ ഫാമിലി ഓസ്ട്രേലിയയിലാണ്. അപ്പോൾ ഞാൻ ജാക്കോബൈ സമുദായത്തിൽ ജനിച്ചവനാണ്. ഇങ്ങനെ ഒരു ഞായറാഴ്ച ദിവസം നിങ്ങളുടെ കൂടെ പങ്കിടുക എന്ന് പറയുന്നത് ഒരു ദൈവം ഇല്ലെങ്കിൽ നടക്കുമോ? നടക്കൂല. ഇതെല്ലാം ദൈവം നമ്മൾ ജനിച്ച അന്ന് ഇന്ന ദിവസം ഇന്ന കാണണം, ഇന്ന സമയത്ത് കാണണം, ഇന്ന സമയത്ത് കണ്ടുപിട്ടണം എന്ന് പറയുന്ന ദൈവം തീരുമാനിച്ച ലോക മഹഫൂസിൽ എഴുതിയ സംഭവമാണ്. അതിൻ്റെ അകത്തുള്ള സംഭവമാണ്. അതൊക്കെ നമുക്ക് പിന്നീട് പറയാം ഇൻഷാ അല്ലാഹ്. പക്ഷെ അവിടെ പ്രശ്നങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ പല ക്വസ്റ്റ്യൻ ആൻസറുകൾ കുറെ ക്വസ്റ്റ്യൻസ് കണ്ടു. അതിൽ ജനറലി ഞാൻ മനസ്സിലാക്കിയ ഒരു സംഭവം, സഹോദരന്മാരും സഹോദരിമാരും, ഖുറാൻ അത് അതിന്റെ അന്തസ്സത്ത, അതായത് ദ ഇൻസൈറ്റ് ഓഫ് ഖുറാൻ യു ഹാവ് നോട്ട് റീച്ച്ഡ്. നിങ്ങൾ അറബിയിൽ ഖുറാൻ വായിച്ചവർ കൈവെക്കുക, ധൈര്യമായിട്ട് വെക്കോ. അത് തർജ്ജമയിൽ മാത്രം തർജ്ജമ വായിച്ചവർ കൈവെക്കുക. ബാക്കിയുള്ളവർ തയ്യാത്ത അറബിയല്ല, തർജ്ജമ വായിച്ചവർ കൈവെക്കുക. അതായത് നിങ്ങൾ അധികം പേരും തർജ്ജമ വായിക്കാത്തവരാണ്. അമാനും മൗലവി പോലുള്ള തഫ്സീർ നിങ്ങൾ വായിക്കണം. ഇറ്റ്സ് അമേസിങ്, ഇറ്റ്സ് അമേസിങ്. നിങ്ങൾ വായിക്കണം. ഈ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിലുള്ള പല ചോദ്യങ്ങളും ഖുറാൻ തന്നെയുണ്ട്. അല്ലാഹ് സേസ് ഇൻ ഗ്ലോറിയസ് ഖുറാൻ, ഐ ഹാവ് നോട്ട് ഓമിറ്റഡ് എനിത്തിങ് ഇൻ ദിസ് ബുക്ക്. ഈ ഭൂമിയിലുള്ള എല്ലാത്തിനും ഉത്തരം പറയാനുള്ള ആ ഖുറാനിൽ ആൻസേഴ്സ് ഉണ്ട്. അതാണ് ഞാൻ ആ ഖുറാനെ കുറിച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ ഏറ്റവും ആധികാരികമായിട്ട് പറയാനുള്ളത്. എന്ത് ഉത്തരം വേണേലും ആ ഖുറാനിലുണ്ട്. അത് നമ്മൾ കണ്ടെത്തണം. നമ്മൾ കണ്ടില്ല എന്ന് വിചാരിച്ചില്ല എന്നുള്ളതല്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആ ഖുറാൻ ആത്മാർത്ഥമായിട്ട് മനസ്സിലാക്കുക. പിന്നെ ഏതൊരു തെറ്റുകളും ചെയ്യുമ്പോൾ നിങ്ങൾ ഒന്ന് ആലോചിക്കുക, നാളെ നിങ്ങൾ ഉപ്പയാവും. നിങ്ങൾ ഇന്ന് ചെയ്യുന്ന തെറ്റുകൾ നാളെ നിങ്ങളുടെ കുട്ടികൾ ചെയ്യുന്ന കാണാൻ ഇഷ്ടമുണ്ടോ? ഉണ്ടോ ഇല്ലയോ? ഇല്ല. അതാണ് നിങ്ങൾക്ക് ഈ ചോദ്യം ചോദിക്കുന്നതിന് മുന്നേ സിമ്പിളായ ഒരു ചോദ്യം. നാളെ എൻ്റെ മോൻ അല്ലെങ്കിൽ എൻ്റെ മോൾ ഈ ഞാൻ ഇന്ന് ചെയ്യുന്ന ഈ തെറ്റ് അവർ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടമാവോ ഇല്ലയോ? സിമ്പിൾ. ഇറ്റ്സ് ലോജിക്. Okay, you don't it's not a rocket science. It's simple as that. Okay, inshallah. But ഖുറാനിൽ എല്ലാത്തിനും ആൻസർ ഉണ്ട്. നമ്മൾ അങ്ങനെ ആരോട് പറഞ്ഞിട്ട് കാര്യമില്ല. I am going to make question. നിരീശ്വരവാദിയായ സുഹൃത്ത് ചോദിച്ച ചോദ്യമാണ്. ഈ നിരീശ്വരവാദികളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, നിരീശ്വരവാദികൾ എന്താണ്? ഈ മത്സ്യം, വെള്ളത്തിലുള്ള മത്സ്യം, ആ മത്സ്യം വെള്ളമില്ല എന്ന് പറയുന്ന പോലെയാണ്. വെള്ളത്തിൽ നീന്തുന്ന ഒരു മത്സ്യം വെള്ളമില്ല എന്ന് പറയുന്ന പോലെയാണ്. അത് നിങ്ങൾ പിടിച്ചെടുത്തു കഴിഞ്ഞാൽ അത് പിടയ്ക്കും. അപ്പൊ എന്തു പറയും? അത് വെള്ളത്തിലോട്ട് ചാടാൻ തുടങ്ങും. കാരണം വെള്ളമില്ല, ജീവിക്കാൻ പറ്റില്ല. അതിന് ഉദാഹരണമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ, ബോംബെയിൽ നിന്ന് ഒരു സാധാരണ ഒരു കപ്പൽ ന്യൂയോർക്കിന് യാത്ര ചെയ്യുക, അല്ലെങ്കിൽ ഏതൊരു രാജ്യത്തിലേക്ക് യാത്ര ചെയ്യുക. അതിന് GPS സിസ്റ്റം ഇല്ല, വേറെ നാവിഗേഷൻ സിസ്റ്റം ഇല്ല, ഒന്നുമില്ല. ഒരു കപ്പിത്താനും ഇല്ല. ആ കപ്പലിന് കപ്പിത്താനില്ല, GPS സിസ്റ്റം ഇല്ല, ഒന്നുമില്ല. സിമ്പിൾ ഷിപ്പ്. എന്നിട്ട് അവനോട് പറയാണ്, ഇത് ഇന്ന പോർട്ടിൽ പോയി, സിംഗപ്പൂരിൽ പോയി, അത് കഴിഞ്ഞ് അവിടെ പോയി, കേപ്പ് ഓഫ് ആഫ്രിക്കയിൽ പോയി, അവിടെ പോയി, ന്യൂയോർക്കിൽ പോയി, പിന്നെ തിരിച്ചു അവിടെ വന്നു, പിന്നെ തിരിച്ച് ബോംബെയിൽ വന്നു. അവൻ വിശ്വസിക്കോ? ഇല്ല, ഒരിക്കലും വിശ്വസിക്കില്ല. ഒരു ഷിപ്പ് ഒരു ക്യാപ്റ്റൻ ഇല്ലാതെ, അല്ലാതെ GPS സിസ്റ്റം ഇല്ലാതെ, വേറെ നാവിഗേഷൻ സിസ്റ്റം ഇല്ലാതെ അങ്ങനെ പോയിട്ട് വരാൻ കഴിയില്ല. അങ്ങനെയുള്ളൊരു ഈ ഇത്ര യൂണിവേഴ്സ്, ഈ വിന്റർ, സമ്മർ, ഓട്ടം, അങ്ങനെയുള്ള കാലങ്ങൾ മാറി വരുന്നു. ഇലകൾ പൊഴിയുന്നു, ആപ്പിളുകൾ വരുന്നു, മാങ്ങ, ഓരോ സീസൺ വരുന്നു, ഓരോരോ ഫ്രൂട്ട്സിന് സീസൺ വരുന്നു, ഓരോരോ അതിൻ്റെതായ സീസൺ വരുന്നു. നമുക്കറിയാമല്ലോ, മൊസംബി, ഓറഞ്ച്, അങ്ങനെ പല സീസൺസ് വരുന്നു. ഇങ്ങനെ ഒരു സൃഷ്ടാവില്ല എന്നുണ്ടെങ്കിൽ ഈ ലോകത്തിൽ ഇത്ര ഒരു സെൻസിറ്റീവ് ആൻഡ് വെരി ഏതൊരു നിരീശ്വരവാദി എവിടെ പോയാലും wow, it's too good man, it's amazing, wow, they say that, but they're forgotten. Somebody is behind this. This is only their ignorance. അവർക്ക് ദൈവത്തിൽ വിശ്വസിക്കാൻ
അവർക്ക് സ്വയം കണ്ടെത്തുന്ന ശൈത്താനിൽ നിന്നുള്ള എക്സ്ക്യൂസ് മാത്രമാണ് നമ്മുടെ ഹ്യൂമൻ ബോഡി. നിങ്ങളുടെ മൊബൈലിൽ നിങ്ങളുടെ ഒരു മൊബൈൽ ഉണ്ടാവും. ആ മൊബൈൽ നിങ്ങൾ കേടാൻ സാധ്യത കൂടെയുണ്ട്. 1 year അല്ലെ 2 year. നമ്മൾക്ക് ജനിച്ചിട്ട് എത്ര വർഷമായി? എത്ര വർഷം നമ്മൾ കൊളാപ്സ് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥ എന്താവും? സ്ട്രേറ്റ് ഗ്രേവ് അല്ലെ? അതാണ് നമ്മുടെ ജീവിതം. ഇത്ര ഒരു സെൻസിന്റെ ഒരു മെഡിക്കൽ സയൻസുകൾ അറിയുന്നവർക്കറിയാം നമ്മുടെ ഒരു നെർവ് സിസ്റ്റം എത്ര ഇതാണ്. നിങ്ങളൊരു ചെറിയൊരു ആക്സിഡന്റ് ഉണ്ടായി ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ലക്ഷങ്ങൾ ചെലവാകും. അങ്ങനെയുള്ള സിസ്റ്റം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്ര ആക്യുറേറ്റ് ആയിട്ട്, ഇത്ര കേപ്പബിൾ ആയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു കഴിഞ്ഞിട്ടും പിന്നെ എവിടെയാണ് ദൈവം? എങ്ങനെ ദൈവമുണ്ടെന്ന് അവരിങ്ങോട്ട് ചോദിക്കുന്നതിൽ അതിൽ യാതൊരു അർത്ഥവുമില്ല. വി ക്യാൻ സെറ്റ് ഹൺഡ്രഡ്സ് ഓഫ് എക്സ്പ്ലനേഷൻസ്. 100 കണക്കിന് ഉദാഹരണം നമുക്കിന് പറയാം. ഇത് അവർക്കൊന്നും ഇതിന് ഉത്തരം കിട്ടുക എന്നുള്ളതല്ല. ദേ ജസ്റ്റ് വാണ്ട് ഡിഫെൻഡ് ദംസെൽഫ്. അവർക്ക് അവരെ തന്നെ ഒരു കാരണം കണ്ടെത്തിയിട്ട് അവരിതിൽ നിന്ന് ദൈവത്തെ ആരാധനയിൽ നിന്ന് മാറി നിന്ന് പിശാചിന്റെ വഴിക്ക് പോകാനുള്ള ഒരു തെളിവുകൾ മാത്രമാണ് അവർക്ക് വേണ്ടത്. അത് ഇസ്ലാമിൽ ഒരിക്കലും ഒരു രീതിയിൽ ഇസ്ലാം ഫെയിൽ ചെയ്യില്ല. ഇസ്ലാം ഒരിക്കലും ഫെയിൽ ചെയ്യില്ല. അത് ഇസ്ലാമിൽ എല്ലാ കാര്യത്തിനും ഉത്തരവുണ്ട്. മറ്റു മതങ്ങളെ പോലെയല്ല. ഞാൻ ക്രിസ്തുമതം പഠിച്ച ആളാണ്. ക്രിസ്തുമതത്തിൽ ഇസ്ലാമിൽ പറയുന്ന കാര്യങ്ങളെ പോലെ ഇസ്ലാമിൽ ഒരു ആൻസറും ക്രിസ്തുമതത്തിലില്ല. ലെറ്റ് ഇറ്റ് ബി ഇൻ ബൈബിൾ, ലെറ്റ് ഇറ്റ് ബി ദ ലിറ്ററേച്ചേഴ്സ് ഓഫ് ദ മിഷണറീസ്, ലെറ്റ് ഇറ്റ് ബി ദ എനിവൺ. They cannot answer. Ask. They just അവർ ചുമ്മാ വെറുതെ പറയുന്നുള്ളൂ. അതിനകത്തൊന്നും തെളിവുകൾ നിർത്താൻ പറ്റില്ല. പക്ഷെ നമ്മൾ ഖുർആൻ ഹദീസ് ആധികാരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ സയ്യിദ് ഇബ്നു ജോർജ്. പലരും എന്നോട് ചോദിച്ചു എങ്ങനെയാണ് ഇസ്ലാം കണ്ടത്, എങ്ങനെയാണ് അതിനുള്ള സാഹചര്യം ഒന്ന് വിശദീകരിക്കാമെന്ന്. ഞാൻ എറണാകുളം ഡിസ്ട്രിക്റ്റിലാണ് ജനിച്ചത്. എൻ്റെ മാതാപിതാക്കൾ ടീച്ചേഴ്സാണ്. മദർ മരിച്ചുപോയി, ഫാദറുണ്ട്. എനിക്ക് 2 അനിയന്മാരുണ്ട്. അപ്പം എൻ്റെ അനിയന്മാർ ട്വിൻസാണ്. അവർ ജനിച്ചപ്പോൾ എൻ്റെ മാതാപിതാക്കൾ എന്നെ മമ്മിയുടെ വീടായ കോട്ടയത്ത് തന്നെ പഠിക്കാൻ വിട്ടു. 3ാം ക്ലാസ് വരെ ഞാൻ അവിടെയാണ് പഠിച്ചത്. അപ്പോ അവിടെ എൻ്റെ ഗ്രാൻഡ് ഫാദറിന്റെ അടുത്തിരുന്ന് രാത്രിയിൽ മടിയിലിരുന്ന്, വീടിന് പുറത്ത് മുറ്റത്ത് മടിയിലിരുന്ന് അങ്ങനെ ഓരോ വർത്താനം പറയുമ്പോൾ എന്തോ ആകാശം എന്തോ ഒരു വെളിച്ചം പോകുന്ന പോലെ തോന്നി. അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പച്ച എന്താണിത് എന്ന് ചോദിച്ചു. എന്നോട് പറഞ്ഞു, അത് യേശുവിന്റെ മാലാഖമാരാണ്, അവർ യേശു അപ്പച്ചന് വേണ്ടി ഓരോ പണികൾ ചെയ്യുന്നതാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ആ കാലത്ത് എനിക്ക് ഇങ്ങനെ ഓരോ സ്വപ്നങ്ങൾ ഇങ്ങനെ കണ്ട് ഞാൻ അന്ന് ഇതൊക്കെ കേട്ടതിന് ശേഷം എന്തോ സ്വപ്നങ്ങളൊക്കെ കണ്ടുവരുന്നത്. എനിക്കത് മനസ്സിലാവണില്ല എന്താ സ്വപ്നം എന്നൊന്നും മനസ്സിലാവും. പക്ഷെ ഞാൻ പേടിക്കും. ആ സ്വപ്നം കാണുമ്പോൾ ഞാൻ പേടിക്കും. അപ്പൊ അത് കഴിഞ്ഞ് 3ാം ക്ലാസ് കഴിഞ്ഞ് ഞാൻ നേരെ എറണാകുളത്തെ വീട്ടിൽ വന്നു. സ്കൂളിങ് കഴിഞ്ഞ് കോതമംഗലം മാർത്തനേഷ്യസ് കോളേജിൽ പ്രീ ഡിഗ്രി ചേർന്നു. ആ കാലഘട്ടത്തിലൊക്കെയാണ് ഞാൻ ഈ റസൂലേ നിൻകനിവാലെ എന്നുള്ളൊരു റസൂലെ സിനിമാ പാട്ടുണ്ട്, അത് ഞാൻ കേട്ടു. അപ്പോൾ എനിക്കെന്തോ തോന്നി, ഈ പാട്ടിലുള്ള ആ വ്യക്തി എന്തോ നല്ല വ്യക്തിയാണ്, സത്യസന്ധനാണെന്നൊക്കെ ഒരു തോന്നലൊക്കെ ഉണ്ടായി. പക്ഷെ ആരാണ് മുഹമ്മദ് നബി, ആരെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നതെന്ന് എനിക്കറിയില്ല. എനിക്ക് മുസ്ലിം ഫ്രണ്ട്സും ഇല്ലായിരുന്നു. അത് നമ്മുടെ അവിടെയൊക്കെ മുഴുവൻ ക്രിസ്ത്യൻ ഏരിയയാണ്. എനിക്ക് മുസ്ലിം ഫ്രണ്ട്സ് ഒന്നും ഇല്ല. അപ്പൊ നമുക്ക് ചോദിക്കാനൊന്നും ശരിക്കും ആ രീതിയിൽ നമ്മൾ ചിന്തിച്ചില്ല ശരിക്കും. എന്നിട്ട് ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞ് ബാംഗ്ലൂർ പഠിക്കാൻ വന്നു. ബാംഗ്ലൂർ പഠിക്കാൻ വന്ന ഫൈനൽ ഇയർ ഈ സ്വപ്നം പിന്നെയും ഞാൻ കണ്ടു. ഈ സ്വപ്നം സൂറ വാഖിയ ഗ്ലോറിയസ് ഖുർആനിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ഞാൻ കണ്ട സ്വപ്നം, ഞാനിങ്ങനെ ഒരു നിസ്സഹായനായി നിൽക്കുന്നു, ഭൂമിയിലുള്ള എല്ലാം നശിക്കുന്നു, മരങ്ങളൊക്കെ ഇങ്ങനെ പറന്നു പോകുന്നു, പശുക്കളൊക്കെ പറന്നു പോകുന്നു, എല്ലാം നശിച്ചിങ്ങനെ പൊടിയായി എല്ലാം ഇങ്ങനെ ഭയങ്കര സ്പീഡിൽ ഇങ്ങനെ എല്ലാം പറന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ഖുർആനിൽ ആ സൂറത്തിൽ വ്യക്തമായി പറയുന്നുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇത് ഞാൻ പിന്നീടാണ് കാണുന്നത്. ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം മാത്രമാണ് ഞാൻ ഞാൻ കണ്ടൊരു സ്വപ്നം ഈ രീതിയിൽ കണ്ടത്. പക്ഷെ അതിന് എന്താ പറയാ, എനിക്ക് അത് വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നീട് ആ സ്വപ്നത്തെ കുറിച്ച് എനിക്ക് ഓർമ്മ വന്നു, ഞാൻ കണ്ട സ്വപ്നത്തെ കുറിച്ച്.
ഈ സ്വപ്നം കണ്ടതിന് ശേഷം എനിക്ക് തോന്നി എൻ്റെ ജീവിതത്തിൽ എന്തോ കുഴപ്പമുണ്ട്, എനിക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നി. ഞാൻ ചിലപ്പോൾ ഞാൻ ജീവിതത്തിൽ നിന്ന് അകന്ന് ഞാൻ തന്നെ ക്രിസ്ത്യാനി ആയിരുന്നെങ്കിലും പേരിന് ക്രിസ്ത്യാനിയാണ്, പക്ഷെ ഞായറാഴ്ചയൊക്കെ പള്ളി പോവും അങ്ങനെയുള്ള, അല്ലാതെ ആ ബൈബിള് അങ്ങ് ആത്മാർത്ഥമായിട്ട് ഞാൻ വായിച്ചില്ല. ബൈബിളിന്റെ ഡെപ്തിലോട്ട് ഞാൻ അങ്ങ് പോയി വായിച്ചില്ല. ഈ ഒരു സംഭവത്തോടുകൂടി, ഈ ഒരു സ്വപ്നത്തോടുകൂടി ഞാൻ ബൈബിൾ ആദ്യമായിട്ട് ഞാൻ അർത്ഥമറിഞ്ഞ് ആത്മാർത്ഥമായിട്ട് വായിക്കാൻ ശ്രമിച്ചു. വായിക്കാൻ ശ്രമിക്കുമ്പോഴും പുതിയ നിയമത്തില് എനിക്ക് യേശുവിനെ ദൈവമായിട്ട് കാണാൻ ഒരു തെളിവും കാണുന്നില്ല. എനിക്ക് പുതിയ നിയമം വായിക്കുമ്പോൾ എനിക്ക് ആപടി കൺഫ്യൂഷനാണ്. പുതിയ നിയമം വായിക്കുമ്പോൾ യേശു യഹോവയോട് പ്രാർത്ഥിക്കുന്നതായിട്ടാണ് കാണുന്നത്. പുതിയ നിയമം വായിക്കുമ്പോൾ യേശുവിന്റെ കാര്യങ്ങൾ മറ്റാരോ എഴുതിയതുപോലെ തോന്നുന്നു. അപ്പൊ എൻ്റെ ഉള്ളിൽ എന്താ, യേശുവിന്റെ സുവിശേഷം എവിടെ? യേശു അങ്ങനെ ഭൂമിയിൽ ഒരു ദൗത്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ യേശുവിന്റെ സുവിശേഷം എന്ന് പറയുന്ന സുവിശേഷം ഉണ്ടാവണമല്ലോ. മത്തായിയുടെ സുവിശേഷം, മാർക്കോന്റെ സുവിശേഷം അല്ല ഉണ്ടത്. യേശുവിന്റെ സുവിശേഷം എന്ന് പറഞ്ഞായിരിക്കണം പുതിയ നിയമം ഉണ്ടാവുക. അത് കണ്ടില്ല. പിന്നെ ഞാൻ നോക്കുമ്പോ യേശുവിന്റെ അമ്മയോ യേശുവിന്റെ ശിഷ്യന്മാരോ ഒന്നും, യേശുവിന്റെ അമ്മയോ യേശുവിന്റെ ശിഷ്യന്മാരോ ഒന്നും യേശുവിനെ ആരാധിക്കുന്നതായിട്ട് ഞാൻ കണ്ടില്ല. അപ്പൊ എന്റെ ഉള്ളിൽ ചോദ്യം വന്നു, എന്തുകൊണ്ടാണ് ഇന്നത്തെ ആൾക്കാർ യേശുവിനെ ആരാധിക്കുന്നത്? യഹോവയായ ദൈവത്തെ മറക്കുന്നത് തെറ്റല്ലേ എന്നൊക്കെ ഒരു തോന്നലുണ്ടായി. അപ്പോൾ ഞാൻ പഴയ നിയമം വായിക്കാൻ തുടങ്ങി. പഴയ നിയമം വായിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് വളരെ സംതൃപ്തി ഉണ്ടായി. അതിലെനിക്ക് ദൈവം ഉണ്ടെന്നൊരു തോന്നലുണ്ടായി. പഴയ നിയമത്തിൽ അവിടെ ദൈവപുത്രനോ അല്ലെങ്കിൽ ഹോളി സ്പിരിറ്റ്, ദ ഫാദർ, ദ സൺ, ഹോളി സ്പിരിറ്റ്, അങ്ങനെ ഒരു കൺഫ്യൂഷൻ അവിടെ ഇല്ല. അവിടെ ഏകദൈവ വിശ്വാസം മാത്രമാണുള്ളത്. അപ്പൊ ഞാൻ യാക്കോബായ സമുദായത്തിൽ ജനിച്ചതെങ്കിലും ഞാൻ കത്തോലിക്ക പള്ളിയിലൊക്കെ പോകുമായിരുന്നു. പക്ഷെ അവിടുത്തെ ഉള്ള യേശുവിന്റെ പ്രതിമകളെ കണ്ടപ്പോൾ എനിക്ക് അതിലും വിഷമം തോന്നി. കാരണം ഇത്രയധികം പ്രതിമകൾ, ഇത്രയധികം പുണ്യാളന്മാര്, ഇത്രയധികം കന്യാസ്ത്രീയുടെ പെരുമ, മറ്റുള്ളവരുടെ പ്രതിമകള്, ഒത്തിരി പുണ്യാളന്മാരുടെ പ്രതിമകളും പേരുകളും ഒക്കെ ആ പാടെ ഒരു കൺഫ്യൂഷൻ, ടോട്ടൽ കൺഫ്യൂഷൻ. അപ്പോൾ ഞാൻ വിചാരിച്ചു ചിലപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ക്രിസ്തുമതമായിരിക്കും എന്നെ ഈ ഇതിലേക്ക് നയിച്ചതെന്ന് വിചാരിച്ചിട്ട് ഞാൻ അച്ഛൻ്റെ അടുത്ത് പോയി. ഞാൻ അച്ഛനോട് അവിടുത്തെ കാത്തലിക് പള്ളിയിൽ പോയി അച്ഛനോട് ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പൊ അച്ഛൻ പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ ക്രിസ്തുമതം മനസ്സിലാകാത്തതുകൊണ്ടാണ്, യേശു ദൈവപുത്രൻ തന്നെയാണ്, അതിൽ സംശയമില്ല, ഈ ലോകം മുഴുവൻ അംഗീകരിക്കുന്ന കാര്യമല്ല, നിനക്ക് എന്തെങ്കിലും സംശയം എന്നൊക്കെ എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു, യേശു ദൈവപുത്രനാണെങ്കിൽ എന്തുകൊണ്ട് യേശു ഇത്ര വളരെ ലേറ്റായിട്ട് വന്നു? അപ്പൊ അതിന് അച്ഛൻ ഉത്തരം പറയാൻ കഴിഞ്ഞില്ല. അപ്പൊ ഞാൻ പിന്നെയും ചോദിച്ചു, യേശു ദൈവം മനുഷ്യനെ അവതരിച്ചെങ്കിൽ പിന്നെ ഹിന്ദുമതമായിട്ട് എന്താണ് വ്യത്യാസം? അവിടെ രാമനും കൃഷ്ണനും ഒക്കെ അവർ പറയണം മനുഷ്യര്, ദൈവം മനുഷ്യനെ എന്നല്ലേ പറയണത്. അതിനും അച്ഛൻ ഉത്തരം ഉണ്ടായില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്നോടൊരു, നമ്മുടെ അടുത്ത വീട്ടില്, ഞാൻ താമസിക്കുന്ന അടുത്തൊരു വീട്ടിലൊരു മുസ്ലിം ഉണ്ടായിരുന്നു. അയാൾ എന്നോട് അങ്ങനെ അവരോട് പല കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞു. സംസാരിച്ച് വന്നു കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ ഈസാ നബി തന്നെയാണ് നിങ്ങളുടെ യേശു, നിങ്ങളുടെ ഈസാ നബി ഖുറാനിലുണ്ട്, ഈ മക്കത്തെ പള്ളി പണിത് എബ്രഹാം പ്രവാചകനാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇതെനിക്ക് ഭയങ്കരമായിട്ട് അതിശയം തോന്നി. ഞാൻ വിചാരിച്ച മുസ്ലിങ്ങളുടെ ദൈവം ചന്ദ്രനാണ്. കാരണം എല്ലാ പള്ളിയുടെ മുകളിൽ ചന്ദ്രനെ കാണില്ല, ചന്ദ്രക്കലയും പിന്നെ ഈ പെരുന്നാളും എല്ലായിടത്തും നോക്കിയാലും മുസ്ലിങ്ങളുടെ അടയാളം ചന്ദ്രനും പച്ചക്കളറാണ്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇത് ഏതൊരു മതമാണ്, ഇത് ഇവര് അതൊന്നും നമുക്ക് കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല, ക്രിസ്ത്യാനിറ്റി തന്നെയാണ് വലിയെന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ ഇരുന്നത്. ഇത് കേട്ടതോടെ എനിക്ക് ആകാംക്ഷയായി. എന്താണ് ഈ ഈസാ നബി, എന്താണ് എബ്രഹാം പ്രവാചകൻ എന്നൊക്കെ. അപ്പൊ അവന് കൂടുതൽ അറിയില്ല. അവൻ എഞ്ചിനീയർ ആണെങ്കിലും അവന് ഈ മതപരമായിട്ടൊരു അറിവില്ല. അപ്പൊ അവനോട് ചോദിച്ചു, ഖുറാൻ എങ്ങനെ വന്ന? ഖുറാനോ, അതുള്ള ബുക്കായിട്ട് ഇങ്ങനെ ഇറക്കി തന്നാ. ഞാൻ അങ്ങനെ ബുക്കായിട്ട് വരുമോ? അതൊന്നും എനിക്കറിയില്ല. ഉള്ള ബുക്കായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്താന്ന്. അത് നമുക്കറിയാം. 23 വർഷം കൊണ്ട് ഗബ്രിയേൽ മാലാഖ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യങ്ങളാണ് ഈ ഖുറാൻ. വഹിയായിട്ട് വന്നതാണ്. അത് പിന്നീട് ക്രോഡീകരിച്ച് ബുക്കാക്കിയാണെന്ന് നമുക്കിന്നറിയാം. പക്ഷെ ആ സഹോദരൻ അത് പറയാനുള്ള, എനിക്ക് പറഞ്ഞു മനസ്സിലാകാനുള്ള കഴിവില്ലായിരുന്നു. അത് അറിവില്ലായ്മ എന്താണെന്ന് അറിയില്ല.
അതിൽ അള്ളാഹു അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ, അദ്ദേഹത്തിന് പരലോകം സുരക്ഷിതമാക്കട്ടെ അള്ളാഹ്. കാരണം വെച്ചാൽ ഒരു വാക്ക് മതി നമ്മളൊരു മനുഷ്യന് ചിലപ്പോൾ സത്യവിശ്വാസം കാണിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ പലരും ഇന്നത്തെ കാലത്ത് ഒരു അമുസ്ലിമിനോട് ഇസ്ലാം പറയാൻ മടിക്കുന്നു. ഞാൻ ദാവ പ്രവർത്തനത്തിലുള്ളതാണ്. ബാംഗ്ലൂർ അമിറ്റി പീസ് ഫൗണ്ടേഷന്റെ ഫൗണ്ടർ ആൻഡ് പ്രസിഡന്റാണ് ഞാൻ. നമ്മുടെ അടുത്തൊരു സഹോദരൻ വന്ന് എന്നോട് പറഞ്ഞതാണ്, അവൻ 9 മാസം ഒരു ഖുറാന്റെ കോപ്പി കിട്ടാൻ വേണ്ടി കാത്തിരുന്നു എന്നാണ് പറഞ്ഞത്. അതിന് പുള്ളി ഇന്ന് ഇസ്ലാം മതം സ്വീകരിച്ചു. അതുപോലെ എത്രയോ കഥകൾ, എത്ര ആൾക്കാർ നമ്മളിൽ നിന്ന് ഫ്രീ ഖുറാൻ, നമ്മൾ വീക്കെൻഡിൽ നമ്മൾ സ്ട്രീറ്റിൽ നിന്നിട്ട് ഫ്രീ ഖുറാൻ കൊടുക്കും. എത്രയോ ആളുകൾ നമ്മളോട് ഇത് പറയും, ഞാനൊക്കെ ഖുറാനൊക്കെ വർഷങ്ങളോളം ഞങ്ങൾ കാത്തിരുത്തിട്ടുണ്ട്, ഇതുവരെ കിട്ടിയിട്ടില്ല, ഇത് വളരെ സന്തോഷകരമാണെന്ന് പറഞ്ഞിട്ട് അവർ വളരെ സ്നേഹത്തോടെ ആ ബുക്ക് എടുത്ത് അവർ അവിടെ തന്നെ ഒന്ന് വായിക്കും. നമ്മൾ പിന്നെ ഒരു 15-20 മിനിറ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ട് അവരത് കൊണ്ടുപോകും. ഹിദായത്ത് അള്ളാഹുവിന്റെ കഴിയിലാണ്. നമുക്ക് ആൾക്കാരോട് പറയേണ്ട ജോലിയുള്ളൂ, ഫദക്കർ എന്നെ മാന്ത മുതക്കർ, ജസ്റ്റ് ഓർമ്മപ്പെടുത്തുക അവരെ. പക്ഷെ ആ സഹോദരൻ എന്നോട് ഇത്രമാത്രം പറഞ്ഞത് എന്നെ ഒരുപക്ഷെ ഇസ്ലാമിലോട്ട് നയിക്കാൻ ഇടയായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് അള്ളാഹുവിന് മാത്രമാണ് എല്ലാ നന്ദിയും. അള്ളാഹു വിചാരിച്ചില്ല എങ്കിൽ എനിക്ക് ഹിദായത്ത് കിട്ടില്ല. എല്ലാ നന്ദിയും എല്ലാ ഇതും അള്ളാഹുവിന് മാത്രം. അള്ളാഹുവിന്റെ കാരണം കൊണ്ട് മാത്രമാണ് ഞാൻ ഇസ്ലാമിൽ വന്നത്. അങ്ങനെ ആ സുഹൃത്തിന്റെ കൂടെ ഞാൻ പറഞ്ഞു, എന്നാ നീ എന്നെ പള്ളിയിൽ കൊണ്ടു. ഒരു ദിവസം ഒരു 9 മണിക്ക് പള്ളിയിൽ കൊണ്ടുപോയി രാത്രിയിൽ. അവൻ കാണിച്ചെന്ന് നിസ്കരിക്കുന്നത് എങ്ങനെയാന്നൊക്കെ. ആ ആദ്യത്തെ സുജൂദിന് ശേഷം എന്റെ ഉള്ളിൽ നിന്ന് എനിക്കൊരു വിളിയുണ്ട്, ഇതാണ് സത്യം, ഇതാണ് ഏകദേശം. ആ പള്ളിയിൽ ഞാൻ ആ മുസ്ലിം പള്ളിയിൽ, ബാംഗ്ലൂർ നല്ലൊരു പള്ളിയാണ്, ആ പള്ളിയിൽ പ്രതിമയോ ഒന്നും കണ്ടില്ല ഞാൻ. വളരെ നീറ്റാണ്. അങ്ങനെ ഞാൻ ആ പള്ളിയിൽ, അവിടെ ഒരു ഖുറാനുണ്ട്, യൂസഫ് അലി എന്ന് പറഞ്ഞ, അന്ന് ഇന്റർനെറ്റ് ഇല്ല, TV ഇല്ല, കേബിൾ ഇല്ല, ഒന്നുമില്ല എൻ്റെ അടുത്ത്. ആ പള്ളിയിൽ ഒരു ഖുറാനുണ്ട്, യൂസഫ് അലി എന്ന് പറഞ്ഞിട്ട്, സൗദി എന്നുള്ളൊരു ബുക്കാണ്. അവര് വലിയൊരു കട്ടിയുള്ളവർ, കുറെ ഹദീസൊക്കെ ഉണ്ട് അടിയിൽ, ഫുട് നോട്ട് ഹദീസൊക്കെ ഉണ്ട്. ഞാനത് വായിക്കാൻ തുടങ്ങി. ഇത് വായിക്കാൻ തുടങ്ങുമ്പോൾ എന്റെ കണ്ണിൽ കൂടെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. കാരണം എന്താണ്, ആ ബുക്കിൽ കൃത്യമായിട്ടാണ് പറയുന്നത്. എന്റെ സംശയങ്ങൾക്ക് മുഴുവൻ അതിൽ ഉത്തരമാണ്. എന്റെ മുഴുവൻ സംശയങ്ങൾക്കും ആ ബുക്കിൽ ഉത്തരമാണ്. എന്റെ ഹൃദയത്തിൽ ഞാൻ കാണാൻ, ദൈവത്തെക്കുറിച്ച് അറിയാൻ ആഗ്രഹിച്ച മുഴുവൻ ഉത്തരങ്ങളും അതിലുണ്ട്. ഏകനായ സൃഷ്ടാവ്, മനുഷ്യ ഹയ്യുന്നാസ്, ഓ മനുഷ്യ സമൂഹമേ എന്നാണ് ബുക്ക് പറയുന്നത്. അല്ലാതെ മുസ്ലിങ്ങളെ എന്നല്ല അവിടെ പറയുന്ന ഖുറാനില്, യാ യുഹന്നാസ്, ഓ മനുഷ്യ സമൂഹമേ. അതുപോലെ നബി, യാ അയ്യുഹൽ നബി, നിങ്ങൾ നബിയെ പറയുക, യാ അയ്യുഹൽ നാസ്, യാ അഹ്ല കിതാബ്, യാ ബനു ഇസ്രായേൽ, യാ ഈസ, യാ മൂസ, യാ ഇബ്രാഹിം. എന്ത് ക്ലിയർ ആണ് ആ ബുക്ക്. ഞാൻ എന്റെ ഓരോ താളുകളിൽ ഞാൻ കൊതിച്ചുപോയി, അടുത്ത എന്താണ് പറയുന്നത്. ഞാൻ അത്ര ഓരോ കാര്യങ്ങൾ ഞാനുണ്ടല്ലോ ഫാസ്റ്റ് ആയിട്ട് ഇങ്ങനെ, അത് എന്താണ് പറയുന്നത് മെയിൻ പോയിന്റ്സ് അപ്പൊ തന്നെ നോക്കി ചാപ്റ്റർ വായിച്ചാൽ പോയി. എന്നിട്ട് വായിക്കാൻ കൊതി തീർന്നിട്ടില്ല. ഓരോ ദിവസം ഞാൻ അസറിനും മഗ്‌രിബിനൊക്കെ നേരത്തെ അവര് ആള് വരുന്നതിന് മുന്നേ ഇങ്ങനെ അവിടെ പോയിരുന്നു വായിക്കുമായിരുന്നു. അത് പുറത്ത്, അവിടെ പള്ളിക്ക് ലോക്കൊന്നുമില്ല, നമുക്ക് കയറി വായിക്കാവുന്ന പ്രശ്നമൊന്നുമില്ല. പക്ഷെ എനിക്ക് മുസ്ലിങ്ങളുള്ളപ്പോൾ പോകാൻ പേടിയാ. അവർക്കറിയാം ഞാൻ ക്രിസ്ത്യാനിയാന്നുള്ള കാര്യമൊക്കെ. എനിക്ക് വേറെ സോഴ്സ് ഒന്നുമില്ല. എന്നിട്ട് ഞാൻ എന്റെ ഉള്ളിൽ നിന്ന് വായിച്ചു കഴിഞ്ഞപ്പോൾ എന്റെ ഉള്ളിൽ നിന്നൊരു വിളി വന്നു, ഇതാണ് ഇസ്ലാം, ഇതാണ് സത്യ ഇസ്ലാം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ ഇസ്ലാം മതം സ്വീകരിക്കാൻ തീരുമാനിച്ചല്ല, അള്ളാഹ് എനിക്ക് ഹിദായത്ത് തന്നു. എന്റെ ഹൃദയം ഇസ്ലാം മതത്തിലേക്ക് തുറന്നു തന്നു. എന്റെ ജീവിതത്തിലെ ഏറ്റവും സമ്പന്നമായ നിമിഷം, എന്റെ ജീവിതത്തിൽ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് ആ പറഞ്ഞ, ആ കണ്ണുനീരോടെ ഞാൻ പറഞ്ഞ ആ നിമിഷം, അതാണ് എനിക്ക് ഏറ്റവും വിലപ്പെട്ട നിമിഷം എന്റെ ജീവിതത്തിൽ ഏറ്റവും ഉന്നതമായ നിമിഷം, എന്റെ ജീവിതത്തിലെ ഏറ്റവും റിച്ചസ്റ്റ് മൊമെന്റ് എന്റെ ജീവിതത്തിലെ. കാരണം ഞാൻ അതുവരെ മനുഷ്യനായ ഒരു ദൈവത്തെ
ആരാധിച്ച് ദൈവം ചെയ്ത അനുഗ്രഹങ്ങൾ മുഴുവൻ ഞാൻ എൻജോയ് ചെയ്തു. വെള്ളം, വായു, കണ്ണിനുള്ള കാഴ്ച, ശരീരത്തിലുള്ള ശക്തികൾ എല്ലാം ഞാൻ അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾ ഞാൻ എൻജോയ് ചെയ്തിട്ട് മനുഷ്യനായ യേശുവിനെ ആരാധിച്ചു അത്രയും വർഷം. ആ നിമിഷം ഞാൻ എന്റെ സൃഷ്ടാവിനെ കണ്ടു. എന്റെ റബ്ബിന് എനിക്ക് നന്ദി പറയാൻ കിട്ടിയ ആ നിമിഷം, അതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും ഇന്നും എനിക്ക് ആ നിമിഷമാണ് എനിക്ക് ഏറ്റവും ഉന്നതമായ നിമിഷം. കാരണം ഒരു മനുഷ്യൻ ജീവിതത്തിൽ ഏറ്റവും വൃത്തികെട്ട സ്വഭാവം എന്ന് വെച്ചാൽ നന്ദിയില്ലാത്തവനാവുക എന്നുള്ളതാണ്. ആ നന്ദിയില്ലാത്ത മനുഷ്യൻ ഏറ്റവും നീചനാണ്. ഏകനായ സൃഷ്ടാവിനെ അറിയാത്ത മനുഷ്യൻ നന്ദി കെട്ടവനാണ്. ഏകദേവനെ അള്ളാഹുവിനെ ആരാധിക്കാത്തവൻ നീചനാണ്. ഞാൻ എന്റെ പോളിസി എന്റെ ഇതാണ് പറയണത്, എന്റെ ജീവിതം കൊണ്ട് പറയും. ഞാൻ ആരെ കുറ്റപ്പെടുത്തല്ല. എന്നെ സംബന്ധിച്ചുള്ള എനിക്ക് തോന്നിയത് ഇതാണ്. അങ്ങനെ ഞാൻ ഇസ്ലാമിന്റെ ഐ എൻറ്റർ ദ ഫോൾഡ് ഓഫ് ഇസ്ലാം. അള്ളാഹു മരണം വരെയും ഈ സത്യദീനിൽ ഉറച്ചു നിർത്തി അള്ളാഹുവിന്റെ മാർഗത്തിൽ മരിക്കണമെന്ന് എനിക്കൊരാഗ്രഹം മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ഒന്നും ഒരിക്കലും അള്ളാഹു തന്ന കാരുണ്യക്കൊന്നും ഒരിക്കലും ഒരു മനുഷ്യന് നന്ദി പറയാൻ പറ്റില്ല. കാരണം അത്രയധികം കാരുണ്യമാണ് ഒരു മനുഷ്യ സമൂഹത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്നത്. അള്ളാഹു അല്ലാതെ ഒരു ദൈവമില്ല എന്ന് വിശ്വസിച്ച് ദൈവമില്ല എന്ന് വിശ്വസിച്ച് മരിച്ചു പോകുന്ന പരലോകത്ത് വളരെ ഉന്നത ഉണ്ടാവും. ഏകനായ അള്ളാഹുവിനെ മാത്രം ആരാധിച്ചു അന്തിമ നബിയായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലത്തിന്റെ ആ മാർഗത്തിൽ മരിച്ചു പോവുകയാണ്. അതാണ് ഏറ്റവും സൗഭാഗ്യം. ഈ ഭൂമിയിലുള്ള കാറും പൈസയും എല്ലാം ആവശ്യമുണ്ട്. എല്ലാം ഹലാലായ രീതിയിൽ നമ്മൾ നേടണം. എല്ലാം ഹലാലായ പലിശ ഇടപാട് നടത്താതെ സത്യം തുറന്നു പറഞ്ഞ് സത്യസന്ധമായ രീതിയിലെല്ലാം നമ്മൾ ബിസിനസ് ചെയ്ത് നല്ല രീതിയിൽ പോകണം. ഒരു ഇല്ല ഭൂമി ഉള്ള സുഹൃത്ത് എല്ലാം തന്നേക്കുന്നത് നമ്മൾ ഹലാലായ രീതിയിൽ എൻജോയ് ചെയ്യാനാണ്. പക്ഷെ അതുപോലെ തന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ ചെലവിടുകയും പരലോകം സുരക്ഷിതമാക്കുകയാണ് ചെയ്യണം. അള്ളാഹുവിന്റെ പക്ഷെ ഈ ലോകം ശാശ്വതമല്ല, പരലോക വിജയം മാത്രമാണ് ശാശ്വതം. അള്ളാഹു നമ്മെ എല്ലാം അനുഗ്രഹിക്കട്ടെ. നമ്മളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ജന്നത്തുൽ ഫിർദൗസിൽ തന്നെ ആക്കട്ടെ എന്ന ആത്മാർത്ഥമായിട്ട് ഞാൻ ഹൃദയത്തിന്റെ ഉള്ളിലുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പലരും എന്നോട് ഇസ്ലാമിന് ശേഷമുള്ള അനുഭവങ്ങളെ കുറിച്ച് എന്നോട് ചോദിച്ചിരുന്നു. ഇൻഷാ അല്ലാഹ് ഞാൻ ഓർക്കുന്ന ചില കാര്യങ്ങൾ പറയാം. ഞാൻ പലപ്പോഴും ഇസ്ലാമിന് ശേഷം ഞാൻ ആ പള്ളിയിൽ പോയിരുന്ന് ആ ഖുർആൻ ഞാൻ വായിക്കുമായിരുന്നു. അപ്പോൾ ഓരോ ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴും ഞാൻ ആ ഖുർആൻ മുഴുവനായിട്ട് അടച്ചിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും, അള്ളാഹുവെ എനിക്ക് ഇതിന് സാന്ത്വനം തരുന്ന, എന്റെ പ്രശ്നത്തിന് സാന്ത്വനം തരുന്ന ഒരു വാചകം കാണിക്കണേ എന്ന്. പലപ്പോഴും എനിക്ക് ഖുർആൻ തുറക്കുമ്പോൾ ഏതെങ്കിലും ഒരു പ്രവാചകന്റെ ചരിത്രം അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഒരു വാഗ്ദാനം, പരലോക വാഗ്ദാനം, എന്തെങ്കിലും എനിക്ക് എന്നെ മനസ്സിനെ ആശ്വസിപ്പിക്കുന്ന പല വാചകങ്ങളും എനിക്ക് ഉടൻ തന്നെ കിട്ടാറുണ്ട്. ഞാനത് തുടർച്ചയായിട്ട് വായിച്ച് അതിന്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള വേഴ്സസ് ഒക്കെ വായിച്ച് എന്റെ മനസ്സിനെ ഞാനത് സാന്ത്വനപ്പെടുത്തും. കാരണം ഇഹലോക ജീവിതം ഒരു കളിയും തമാശയുമാണ്. കാരണം ഇസ്ലാം കിട്ടിയതിന് ശേഷം മാത്രമാണ് ഞാൻ എപ്പോ വേണമെങ്കിലും ഞാൻ എപ്പോ വേണമെങ്കിലും മരിക്കാമെന്നുള്ളൊരു തോന്നല് ഇസ്ലാം ശേഷം മാത്രമാണ് ഉണ്ടായത്. ഞാൻ ക്രിസ്ത്യാനിയായിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചത് യേശു എനിക്ക് വേണ്ടി മരിച്ചു, ആപത്തിന് വേണ്ടി മരിച്ചു, ഞാൻ എപ്പോ മരിച്ചാലും പ്രശ്നമില്ല, യേശു മരിച്ചിട്ടുണ്ടല്ലോ, അപ്പൊ അതുകൊണ്ട് തന്നെ വിഷമിക്കണ്ട. പക്ഷേ ഖുറാനിൽ അങ്ങനെയല്ല പറയുന്നത്. നമ്മുടെ പ്രവൃത്തികൾക്ക് നമ്മൾ തന്നെ അതിന് ശിക്ഷയോ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ അനുഗ്രഹവും ഉണ്ടാവും. അപ്പോൾ നമ്മുടെ പ്രവൃത്തികൾക്കനുസരിച്ചാണ് സ്വർഗവും നരകവും ഇരിക്കുന്നത്.
അപ്പോൾ നമ്മുടെ പ്രവൃത്തികൾ നന്നാക്കണം. അതിന് ഇൽമുണ്ട്, അറിവുണ്ടാവണം. അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന പ്രവൃത്തികൾ എന്ത്, അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത പ്രവൃത്തികൾ എന്ത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം രാവിലെ എഴുന്നേൽക്കും മുതൽ വൈകിട്ട് വരെ നമ്മൾ എന്ത് ചെയ്യണം? അപ്പൊ എന്റെ ജീവിതത്തിൽ ഞാൻ ഓരോ മാറ്റങ്ങൾ എന്നെ തന്നെ മാറ്റേണ്ടി വന്നു. ഞാൻ പലപ്പോഴും എടുത്തു കൈകൊണ്ട് കുടിക്കുന്ന ആളായിരുന്നു. പക്ഷെ ഇസ്ലാമിന് ശേഷം ഞാൻ ഉത്ബോധനപ്പെടുത്തേണ്ട, എന്നെ തന്നെ ഓർമ്മപ്പെടുത്തേണ്ടി വന്നു, ഞാനൊരു മുസ്ലിമാണ്. ഇപ്പോൾ എന്റെ നബിയുടെ അള്ളാഹുവിന്റെ കൽപ്പനയാണത്. നബി അത്തിയുള്ള വത്തി റസൂൽ, അള്ളാഹുവിന്റെ പ്രവാചകനെ അനുസരിക്കുക. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞു അത് അള്ളാഹുവിൽ നിന്നുള്ളതാണ്. അത് ഖുർആനിൽ പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹിയുടെ അടിസ്ഥാനത്തിൽ അല്ലാതെ സംസാരിക്കുകയില്ല എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അപ്പോ ആ ഒരു ജീവിതത്തിലോട്ടുള്ള മാറ്റം, വലത്തുകാലിൽ ഷൂസ് ഇടുക, ഓരോ കാര്യങ്ങളും ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന രീതിയിൽ ഞാൻ എന്റെ പഴയ ജീവിതം മാറ്റി. ഞാൻ ഡ്രിങ്ക്സ് കഴിക്കുന്ന ആളായിരുന്നു, അതൊഴിവായി. പക്ഷെ അൽഹംദുലില്ലാ അള്ളാഹ് എന്നെ പന്നി മാംസത്തിൽ നിന്നല്ല, പോർക്കിൽ നിന്ന് എന്നെ അള്ളാഹ് ചെറുപ്പത്തിൽ തന്നെ സംരക്ഷിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഞാൻ ഒരിക്കലും പോർക്ക് എന്റെ ജീവിതത്തെ ഞാൻ കഴിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ ഓരോ ജീവിതത്തിൽ എന്റെ മാറ്റം, ഞാൻ എങ്ങനെയാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാർഗത്തിൽ ജീവിച്ചാൽ മാത്രമേ എനിക്ക് സ്വർഗം കിട്ടുകയുള്ളൂ എന്നുള്ള ആ ഒരു ഉത്ബോധന എന്നിൽ നിന്ന് എന്നെ തന്നെ എനിക്ക് എപ്പോഴും ഓർമ്മപ്പെടുത്തേണ്ടി വന്നു. അപ്പോൾ അങ്ങനെ ജീവിച്ച് ആദ്യകാലങ്ങളിലൊക്കെ ഞാൻ ആരുമായിട്ടും അധികം അങ്ങനെ പോയില്ല. കാരണം ഞാൻ ആദ്യം മുസ്ലിം, ഇടയ്ക്ക് പള്ളിയിലൊക്കെ പോകുമ്പോൾ അവർ എന്നോട് ചോദിച്ചു, ബാംഗ്ലൂരിൽ ഉറുദു ആണല്ലോ അവർ സംസാരിക്കുന്നത്. അപ്പൊ എന്നോട് ചോദിച്ചു, നീ എന്താ ഉറുദു സംസാരിക്കില്ല, നീ എങ്ങനെ മുസ്ലിമായി, അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ എന്നോട് പല ചോദ്യങ്ങൾ എന്നോട് ചോദിക്കാറുണ്ടായിരുന്നു. പക്ഷെ അതുകൊണ്ട് ഞാൻ മിനിമം പള്ളിയിലൊക്കെ പോയിട്ട് വരിക, അല്ലാതെ കൂടുതൽ എനിക്കങ്ങ് അവരോട് അങ്ങോട്ട് മിങ്കിൾ ചെയ്യാൻ പേടിയായിരുന്നു. പിന്നീടാണ് അത് കുറച്ച് അറിവൊക്കെ നേടിയതിനു ശേഷമാണ് ഞാൻ അവരോട് ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറബിയല്ല സംസാരിക്കുന്നത്, നിങ്ങൾ അറബി എന്തുകൊണ്ട് സംസാരിക്കില്ല, അപ്പൊ നിങ്ങൾ അങ്ങനെ മുസ്ലിം ആയെന്നൊക്കെ ഞാൻ തിരിച്ചു ചോദിക്കാൻ തുടങ്ങിയപ്പോഴാണ് അവരിതൊക്കെ നിർത്താൻ തുടങ്ങിയത്. പള്ളിയിലുള്ളവരല്ല, ആ ഒരു ചുറ്റുവട്ടത്തുള്ളത്. കാരണം അവർക്കറിയാം ഞാൻ ക്രിസ്ത്യാനിയാണ്, ഇവനെന്തിനാ പള്ളി വരുന്നത്, അങ്ങനെയൊക്കെ കാരണം അവര് ഇസ്ലാം സ്വീകരിച്ച ഒരാൾ അവർ കണ്ടിട്ടില്ല. അതാണ് മെയിൻ പ്രശ്നം. പക്ഷെ എന്തായാലും അൽഹംദുലില്ലാ അങ്ങനെ ഞാൻ ജീവിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ ആ ജീവിതത്തിൽ ആദ്യമായിട്ട് നല്ല ബിസിനസ് കിട്ടി. ആ ബിസിനസ് പൈസ കൊണ്ട് ഞാൻ ഉംറയ്ക്ക് പോകാൻ തീരുമാനിച്ചു. അത് റംസാൻ മാസമായിരുന്നു. ഞാൻ തനിച്ചാണ് പോയത്. എൻ്റെ ഒരു സുഹൃത്തിന്റെ അവരുടെ സപ്പോർട്ട് കൊണ്ട് അവൻ ബാംഗ്ലൂർ പഠിച്ചാണ്. അപ്പോൾ അവന്റെ സഹായം കൊണ്ടാണ് എനിക്ക് വിസ കിട്ടിയത്, അവന് പോയത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇന്റർനാഷണൽ ആയിട്ട് ട്രാവൽ ചെയ്യുന്നത്. ഞാൻ ടിക്കറ്റ് കൺഫേം ചെയ്യാതെയാണ് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ബോംബെക്ക് പോയത്. അവിടെ നിന്നാണ് എൻ്റെ ഫ്ലൈറ്റ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ പേര് അതിലില്ല. അപ്പൊ രാത്രി 3 മണിക്കാണ് എത്തിയത് ബോംബെയിൽ. അപ്പോൾ എനിക്ക് ലക്കി അലി, നമ്മുടെ സിംഗർ ലക്കി അലി എനിക്ക് പരിചയമുണ്ട്. അപ്പോൾ ലക്കി അലി ഉണ്ടായിരുന്നു ആ ഫ്ലൈറ്റിൽ. പുള്ളി അദ്ദേഹം ഉംറയ്ക്ക് പോകുന്നതാണ്. അപ്പോ ലക്കി അലി ഭാര്യ. അപ്പൊ ഞാൻ പറഞ്ഞു, ബ്രദർ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, എന്താ ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു, ഇല്ല എന്തായാലും നീ കൺഫേം ചെയ്തില്ല, എന്തായാലും നീ ഫജർ നിസ്കരിച്ചിട്ട് ഒന്നുകൂടെ ഇതാക്കാൻ പറഞ്ഞു, ഒന്നുകൂടെ പോയി ചെക്ക് ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് പുള്ളിയുടെ ടൈമായി. പുള്ളി ഫ്ലൈറ്റ് പോകുന്നതിനൊരു കുറച്ച് മുന്നേ പുള്ളി എന്നോട് പറഞ്ഞു ബായ് എന്ന് പറഞ്ഞ് പോയി. അപ്പോൾ ഞാൻ നിസ്കരിച്ചിട്ട് തിരിച്ചു വന്ന് നിസ്കരിച്ച് തിരിച്ചു വന്നിട്ട് പിന്നെയും ഞാൻ പോയി കൗണ്ടറിൽ ചോദിച്ചു. അന്നേരം അവർ പറഞ്ഞു, നിന്റെ ലഗേജ് എവിടെയെന്ന് ചോദിച്ചു. എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. എന്നിട്ട് ഫ്ലൈറ്റ് പോകുന്നതിന് കുറച്ചു മുന്നേ അവർ എൻ്റെ എല്ലാം ക്ലിയർ ചെയ്ത് ഞാൻ അങ്ങനെ റംസാന്റെ ആദ്യ ദിവസം തന്നെ ഞാൻ മക്കയിലോട്ട് പോയി. അവിടെ എൻ്റെ ഒരു അറബി സുഹൃത്തുണ്ടായിരുന്നു. അവൻ എന്നെ എയർപോർട്ടിൽ സൗദി തന്നെ, അവനും ബാംഗ്ലൂർ പഠിച്ചതാണ്. അവൻ എന്നെ വന്ന് പിക്ക് ചെയ്ത് അവൻ്റെ വീട്ടിൽ പോയി ഞാൻ ജിദ്ദയിൽ എഹ്റാം കെട്ടി ഞാൻ മക്കയിലോട്ട് പോയി. എന്റെ ഓരോ നിമിഷങ്ങളും ഓരോ യാത്രയും, ആ യാത്രയിലൊക്കെ ഞാൻ ആലോചിക്കുന്നത് ഇതാണല്ലോ മുത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നാട്. ഞാൻ എന്ന് പറഞ്ഞു, ഞാൻ എന്തിനാണ് ഇവിടെ വന്നെന്ന് പോലെ എനിക്ക് സ്വപ്നം പോലെയാണ് തോന്നുന്നത്.
ഞാൻ എവിടെയാണ് ഈ മക്ക, എവിടെയാണ്, എപ്പോഴാണ് ഈ ഹറം വരുന്നതെന്ന് ഞാനിങ്ങനെ കാത്തിരിക്കുക. അങ്ങനെ ടാക്സിയിൽ ഇരുന്ന് ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ അവിടെ ഇറങ്ങി ഹോട്ടലിൽ പോയി വെച്ചു, ബാഗൊക്കെ വെച്ചിട്ട് നേരെ ഹറത്തിൽ അങ്ങോട്ട് പോയി. എനിക്ക് എന്റെ ഹൃദയം ഇങ്ങനെ ഇടിക്കുകയാണ് ആ കാബയൊന്ന് കാണാൻ വേണ്ടിയിട്ട്. ഞാൻ പെട്ടെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞാൻ പെട്ടെന്ന് ഒരു വാതിൽ കൂടെ കയറി കഴിഞ്ഞപ്പോൾ എന്റെ മുന്നിൽ ഇങ്ങനെ ആ കാവ നിൽക്കുന്നു. ഞാൻ പൊട്ടിക്കരഞ്ഞു പോയി. കാരണം ഞാൻ ഫോട്ടോയിലും ടിവിയിലൊക്കെ കണ്ടോ അതിന്റെ മുന്നിൽ ഞാൻ നിൽക്കുന്നു, ആ കാവയുടെ നിൽക്കുന്നു. എനിക്ക് എന്റെ കണ്ണുകളെ വിശ്വസിക്കാം. ഞാൻ ഉദ്ദേശിച്ച ദുവാ പോലും ഞാൻ ദുവാ പ്രിപ്പയർ ചെയ്തിട്ടാണ് പോയത്. ആ ദുവാ പോലും ഞാൻ മറന്നുപോയി ആ ഒറ്റ ഒരു നോട്ടം കൊണ്ട്. ഞാൻ പെട്ടെന്ന് ആ കരച്ചിലൊക്കെ നിന്ന് ഞാൻ ഓടി തവാഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ തവാഫിന് അങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോ ഞാൻ ഒന്ന് മാത്രമാണ് ആലോചിച്ചത്. ഈ പുണ്യഭൂമിയിൽ ഞാൻ നടക്കാൻ പോകുന്ന ആ കാല് വെക്കുന്ന ഓരോ ചുവടുവെപ്പിലും ഞാൻ ആലോചിച്ചത്, ഇവിടെയല്ലേ നമ്മുടെ മുത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇബ്രാഹിം പ്രവാചകൻ, അബ്രഹാം പ്രവാചകനും, ഇസ്മായിൽ പ്രവാചകനും, അങ്ങനെ മറ്റുള്ള ഉന്നതന്മാർ, സഹാബിമാര്, മറ്റുള്ള എല്ലാ പ്രവാചകന്മാർ വന്നുള്ള ഹജ്ജ് ചെയ്തിട്ടുള്ള പ്രവാചകന്മാരെല്ലാം ഇവിടെയല്ലേ നടന്നത്. എന്റെ റബ്ബേ, ഞാൻ ഒരു കാഫിറായിരുന്നു. എന്താണ് എന്റെ എനിക്ക് എന്ത് അർഹതയാണ് ഉള്ളത് റബ്ബിനോട് ഞാൻ ചോദിച്ചു. എന്റെ ഉള്ളുകൊണ്ട് ഞാൻ ചോദിച്ചു. എനിക്ക് എന്റെ കണ്ണുനീർ അവിടെ മുഴുവൻ എത്ര ഓരോ തവാഫിലും എന്റെ കണ്ണുനീർ. സഫാ മറുവയിൽ പോയി ഞാൻ അവിടെ പോയി എനിക്കൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്റെ ശരീരം ചലിക്കുന്നുണ്ടെന്നുള്ളതിലും, പക്ഷെ എന്റെ ഹൃദയം എല്ലാം ഇങ്ങനെ ഒരു പ്രത്യേക അവസ്ഥയിലാണ്. കാരണം ഞാൻ ഇതൊക്കെ ചെറുപ്പത്തിൽ മാത്രം കണ്ടിട്ടുള്ള, അല്ലെങ്കിൽ ടിവിയിലൊക്കെ കണ്ടിട്ടുള്ളതുള്ളൂ. ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല ഞാൻ മുസ്ലിം ആവുമെന്നും, ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല മക്കയിലൊക്കെ ഞാൻ പോവും എന്നും. അങ്ങനെ മദീനയൊക്കെ നിന്ന് കഴിഞ്ഞു. എല്ലാം ഞാൻ മദീനയിൽ പോയി. അവിടെ പോയി മുത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലത്തിന്റെ അവിടെ പോയി അവിടെ ഞാൻ മുന്നോട്ട് പോയി അവിടെ ഇരുന്നു ഞാൻ പറയാണ്, ഞാൻ എന്താ പറയാ, ഒന്ന് കണ്ടിരുന്നുവെങ്കിൽ ഞാൻ ആഗ്രഹിച്ചു പോയി. ഒന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്നുവെങ്കിൽ, ഒന്ന് കണ്ടിരുന്നു, ഒന്ന് കെട്ടിപ്പിടിച്ചിരുന്നുവെങ്കിൽ, ഒന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ, ഒന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ അങ്ങനെ വിശ്വസിച്ചിരിക്കുന്നു, അങ്ങ് അള്ളാഹുവിന്റെ അന്തിമ പ്രവാചകനാതെ വിശ്വസിച്ചിരിക്കുന്നു, എനിക്ക് വേണ്ടി ഖിയാമത്ത് നാളെ ശുപാർശ ചെയ്യണേ എന്നൊന്നും ഒന്ന് പറയാൻ വേണ്ടി കഴിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ ആഗ്രഹിച്ചു പോയി. ഞാൻ അവിടെ കുറെ നേരം ഇരുന്നു. ജന്നത്തിൽ ഒക്കെ അവിടെ നിസ്കരിച്ചു. പിന്നെ ജന്നത്തിൽ അവിടെ നിസ്കരിച്ചു. പിന്നെ ജന്നത്തിൽ ബക്കീലോട് അങ്ങോട്ട് പോയി. അവിടെ പോയിട്ട് ആ മഹാന്മാരായ സഹാബികൾ ഉള്ള ആ സ്ഥലത്ത് ഞാൻ നോക്കി നിന്ന് കണ്ടു. ഇവർ കഷ്ടപ്പെട്ടത്, വെള്ളം കുടിക്കാതെ, ഫുഡ് കഴിക്കാതെ, ജീവന്റെ ജീവനായ നബിയെ സ്നേഹിച്ച്, ജീവന്റെ ജീവനായ ഇസ്ലാമിനെ വേണ്ടി പടുത്തുയർത്തി ഇന്ന് ഈ നിലയിൽ മുസ്ലിങ്ങളെ എത്തിച്ചിട്ട് അവർ അന്തിമ വിശ്രമം കൊള്ളുന്ന ആ ജന്നത്തിൽ ബക്കീലോട്ട് ഞാൻ നോക്കി. ഞാൻ ഒരു നിമിഷം വിചാരിച്ചു, ഞാൻ എന്തുകൊണ്ട് അന്ന് ജീവിച്ചിരുന്നില്ല? ഞാൻ 100 പ്രാവശ്യം ഞാനത് ആഗ്രഹിച്ചു പോയി. കാരണം അവരനുഭവിച്ച ത്യാഗത്തിന്റെ ഇതാണ് ഈ ഇസ്ലാം എനിക്ക് കിട്ടിയത്. അവർ സ്വാർത്ഥരായിരുന്നുവെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വാർത്ഥനായിരുന്നുവെങ്കിൽ അവർ ഇസ്ലാം മറ്റുള്ളവരോട് പറയില്ലായിരുന്നു. അവർ സ്വാർത്ഥരായിരുന്നുവെങ്കിൽ അവർ ഇസ്ലാമിന് വേണ്ടി നിലകൊള്ളുകയില്ലായിരുന്നു. അവർ സ്വാർത്ഥരായിരുന്നെങ്കിൽ ഖുർആനും ഹദീസും ഒന്നും അവർ ജീവിതത്തിൽ പകർത്തുകയില്ലായിരുന്നു. അവർ സ്വന്തം വഴിക്ക് പോയിട്ടുണ്ടാവും. അവർ സ്വാർത്ഥരായിരുന്നുവെങ്കിൽ ഇന്ന് ഇസ്ലാം ഈ രീതിയിൽ എത്തിക്കുകയില്ല.
ഒരു പക്ഷേ ഞാൻ അവരെ പോലെ എനിക്ക് അള്ളാഹുവിന് അറിയാം ആരെപ്പോ ജനിക്കണം, ഏത് കാലത്ത് ജനിക്കണമെന്ന്. കാരണം ചിലപ്പോൾ ഒരുപക്ഷെ എനിക്ക് അന്ന് ജനിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് അവരെയൊക്കെ ശത്രുക്കളെ നേരിടാനോ അല്ലെങ്കിൽ ശത്രുക്കളുടെ അപമാനം സഹിക്കാനോ ഒന്നും എനിക്ക് അത്ര കഴിവുണ്ടായിരിക്കില്ല. അതുകൊണ്ടായിരിക്കും റബ്ബ് എനിക്ക് ഇന്ന് ഈ കാലത്തെങ്കിലും എനിക്ക് ഈമാൻ തന്നത്. അൽഹംദുലില്ലാ. സഹോദരന്മാരെ, സഹോദരികളെ, നിങ്ങൾ ആലോചിക്കുക. നിങ്ങൾക്ക് ഇസ്ലാം കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് എന്താണ് ജീവിതത്തിൽ ത്യജിക്കേണ്ടി വന്നത്? നിങ്ങൾക്ക് ഇസ്ലാം കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് എന്താണ് നഷ്ടപ്പെടേണ്ടി വന്നത്? ഒരു നിമിഷം ആലോചിക്കുക. നിങ്ങൾ സ്വാർത്ഥരാകരുത്. ഈ ലോകത്തെ നിങ്ങൾ സ്നേഹിച്ച് ഇസ്ലാമിനെ നിങ്ങൾ കൈയൊഴിഞ്ഞ് നിങ്ങൾ ഇങ്ങനെ പോകരുത് ജീവിതത്തിൽ. ഞാൻ എന്നിട്ട് വേറൊരു സംഭവം, എനിക്ക് ഒക്കെ അങ്ങോട്ട് പോകുന്നതിന് എനിക്ക് സ്കാൽപ്പ് തലയെല്ലാം അവിടെ ഈ സ്കാൽപ്പിലൊക്കെ ഇച്ചിങ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഈ സംസം വാട്ടറിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു പോകുമ്പോൾ. അതുകൊണ്ട് ഞാൻ സംസം അവിടെ പോയി എൻ്റെ ഉംറയൊക്കെ ചെയ്ത് ഷേവ് ചെയ്തിട്ട് ഞാൻ അവിടെ പോയിട്ട് ഞാൻ സംസം വാട്ടർ എടുത്തിട്ട് തലയാൻ കഴിയും. നീ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കിത് സുഖപ്പെടുത്തി തരണമേ, എൻ്റെ തലയിൽ എനിക്ക് അവിടെ പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞു. നീ അത് വെച്ചിട്ട് ഞാൻ തല കഴുകി. അൽഹംദുലില്ലാ ഇന്ന് വരെ എനിക്ക് അങ്ങനെ ആ പ്രശ്നം ഇതുവരെ ഉണ്ടായിട്ടില്ല. എനിക്ക് എൻ്റെ ആ സ്കാൽപ്പിൽ എനിക്ക് ഇതുവരെ ഇച്ചിങ് പ്രോബ്ലം ഉണ്ടായിട്ടില്ല. അൽഹംദുലില്ലാ. എനിക്ക് അങ്ങനെ ഞാൻ പറയാണ്, എല്ലാ ഇസ്ലാമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തെളിവോടെ പറയുന്ന കാര്യങ്ങൾ എല്ലാം ഞാൻ കണ്ടു. സൗദിയിൽ പോയിട്ട് ഞാൻ എല്ലാം കണ്ടു. ഒരു മനുഷ്യൻ അവിടെ വിശ്വാസത്തോടെ പോയി കഴിഞ്ഞാൽ അവൻ ഇസ്ലാം ശരിയാണെന്നുള്ളതിൽ അവന് ഒരു സംശയം ഉണ്ടാവില്ല. കാരണം അതിമനോഹരമായ ആ അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ മലക്ക് ഇറങ്ങിയ മാലാഖയെ കൊണ്ടുവന്ന ആ ദിവ്യ സന്ദേശത്തിന്റെ നാട്ടിൽ ഞാൻ എൻ്റെ ഈമാൻ ഉറപ്പിച്ചിട്ടാണ് ഞാൻ തിരിച്ചു വന്നത്. ഇൻഷാ അല്ലാഹ് അടുത്ത തന്നെ എനിക്ക് ഹജ്ജിന് പോകണമെന്ന് ആഗ്രഹമുണ്ട്. ഇൻഷാ അല്ലാഹ് അള്ളാഹു സഫലമാക്കട്ടെ. ഇൻഷാ അല്ലാഹ്. താങ്കൾക്ക് എന്താണ് വേണ്ടത്? എന്തു വേണമെങ്കിലും ചോദിച്ചോളൂ. ജൂഡായുടെ സിംഹമേ, എങ്ങനെ തുടങ്ങണമെന്ന് എനിക്കറിയില്ല. നമ്മുടെ സൗഹൃദം തന്നെ ആവട്ടെ, അവിടുന്ന് തുടങ്ങാം. ഞങ്ങളുടെ നാട്ടിൽ നിന്ന് താങ്കളുടെ നാട്ടിലേക്ക് ചില അടിമകൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. അടിമകൾ തിരിച്ചുപോയിക്കൊള്ളും. ഞങ്ങളുടെ അടിമകളെ ഇങ്ങോട്ട് തിരിച്ചയക്കേണ്ട ആവശ്യമില്ല. അവരിൽ കുറച്ച് ആളുകൾ അടിമകളല്ല, സ്വതന്ത്രരാണ്, കലാപകാരികൾ. കലാപകാരികൾ? അവർ അറേബ്യയിൽ ശല്യക്കാരാണെങ്കിൽ എന്തുകൊണ്ട് നമ്മെ അറിയിച്ചില്ല? അവർ മതത്തിനെതിരെയുള്ള കലാപകാരികളാണ്. എല്ലാ കാലത്തും മതങ്ങളിലും കലാപകാരികൾ ഉണ്ടായിട്ടുണ്ട്. അടിമകളുടെ ശരീരത്തിന് മുകളിൽ മാത്രമല്ലേ നമുക്ക് ആധിപത്യം ഉണ്ടായിട്ടുള്ളൂ. മഹാനായ യേശുക്രിസ്തു പറഞ്ഞത്, മനുഷ്യരുടെ ആത്മാവ് അവനെന്ന ഇടയന്റെ ആട്ടിൻകൂട്ടമാണ്. ഇവർ അവരുടെ പിതാക്കന്മാരുടെ മതത്തെ വഞ്ചിച്ച അറബികളാണ്. പ്രവാചകനെന്ന് വിളിക്കുന്നൊരു ഭ്രാന്തനെയാണ് അവർ പിൻപറ്റുന്നത്. അവർക്ക് പറയാനുള്ളത് കേൾക്കാതെ അവരെ തടവിലിടാൻ എനിക്ക് സാധ്യമല്ല. അവരുടെ കുനിയാത്ത തലകൾ, അതുമതി അവർക്ക് തൂക്കുമരം ലഭിക്കാൻ. നിങ്ങൾ നിങ്ങളുടെ പ്രവാചകന് മുമ്പിൽ തലകുനിക്കാറില്ലേ? മുഹമ്മദ് ഒരു മനുഷ്യനാണ്. ഞങ്ങൾ ദൈവത്തിനു മുമ്പിൽ മാത്രമേ തലകുനിക്കൂ. മുഹമ്മദിന്റെ അത്ഭുത സിദ്ധികൾ എവിടെ ജാഫർ? അവനൊരു പ്രവാചകനായിരുന്നുവെങ്കിൽ അത്ഭുത സിദ്ധികൾ കൊണ്ട് ഈ ആകാശം നിറയ്ക്കുമായിരുന്നു. വളരെ ശരിയാണത്. ദൈവം പ്രവാചകന്മാർക്ക് അവരെ തിരിച്ചറിയാൻ വേണ്ടി ചില അത്ഭുത സിദ്ധികൾ നൽകാറുണ്ട്.
മുഹമ്മദിന്റെ ദിവ്യാത്ഭുതം പരിശുദ്ധ ഖുർആനാണ്. ഒരു പുസ്തകം ദൈവത്തിന്റെ പേരും പറഞ്ഞ് അക്ഷരാഭ്യാസമില്ലാത്ത ഒരുത്തൻ എഴുതിയത്. ചക്രവർത്തിക്ക് ഇത്രയും കേട്ടത് പോരെ? ക്രിസ്തുവിന്റെ ശിഷ്യന്മാർക്ക് ദൈവം അയച്ചു കൊടുത്തത് തീയുടെ നാവുകളായിരുന്നു. അപ്പോഴവർ ലോകത്ത് അവർക്കറിയാത്ത വിവിധ ഭാഷകൾ സംസാരിക്കാൻ തുടങ്ങി. ഇക്കാലത്തും ഇത്തരം അത്ഭുതങ്ങൾ നടക്കുമെന്നാണോ? കേട്ടത് മതി, പിടിച്ചു കെട്ടവരെ. മക്കയിലെ പീഡനം സഹിക്കാൻ വയ്യാതായപ്പോഴാണ് തിരുമേനി ഞങ്ങളെ താങ്കളുടെ അടുത്തേക്ക് അയച്ചത്, നീതിമാനും മനുഷ്യസ്നേഹിയുമായ താങ്കളുടെ അടുത്തേക്ക്. അവർ പീഡനമെന്ന് പറയുന്നത് അവർക്ക് കിട്ടേണ്ട ശിക്ഷയായിരുന്നു. അതാണ് നിയമം. പ്രവാചകൻ എന്തിനാ നിങ്ങളെ ഇങ്ങോട്ട് അയച്ചത്? കാരണം താങ്കളും ഞങ്ങളെപ്പോലെ ഏകദൈവത്തിന്റെ ഗ്രന്ഥത്തിൽ വിശ്വസിക്കുന്നു. താങ്കളുടെ വിശാല ഹൃദയത്തിൽ ദൈവം ഞങ്ങളെ സംരക്ഷിക്കുമെന്ന് അദ്ദേഹം കരുതി. ഇവരോട് സംസാരിക്കുന്നത് വെള്ളത്തിൽ എഴുതുന്നത് പോലുള്ള ഒരു പാഴ്വേലയാണ്. പക്ഷെ ഇപ്പോൾ അവർ പറയുന്നത് കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് സുഹൃത്തെ. പറയൂ. വർഷങ്ങളോളം ഞങ്ങൾ കല്ലിനെയും മരങ്ങളെയും ആരാധിച്ചു. ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയ ഓരോരോ രൂപങ്ങളെ. ദൈവത്തെക്കുറിച്ചുള്ള അജ്ഞതയിൽ ഞങ്ങൾ ജീവിച്ചു. ഞങ്ങൾക്ക് ഭൂമിയിലെ നിയമമല്ലാതെ ദൈവത്തിന്റെ നിയമങ്ങൾ ഉണ്ടായിരുന്നില്ല. പണക്കാരൻ പാവങ്ങളെയും കാരുണ്യത്തെയും തള്ളിക്കളഞ്ഞു. തളർന്നു വീഴുന്ന തന്റെ സഹോദരനെ കൈപിടിച്ചുയർത്തുന്നത് നിലവിലെ സാമൂഹിക ക്രമത്തിന് വിരുദ്ധമായി അവർ വ്യാഖ്യാനിച്ചു. ഈ മനുഷ്യത്വമില്ലാത്ത സമൂഹത്തിന് മാതൃകയായി ദൈവം ഒരാളെ കാണിച്ചു തന്നു. ഞങ്ങൾ അദ്ദേഹത്തിൽ വിശ്വസിച്ചു. വികാരം കൊള്ളാതെ ശാന്തമായി സംസാരിച്ചോളൂ. ഞാൻ സംസാരിക്കുന്നത് ദൈവദൂതനു വേണ്ടിയാണ്. മുഹമ്മദ് ഞങ്ങളെ പഠിപ്പിച്ചത് ഏകദൈവത്തെ ആരാധിക്കാനാണ്, സത്യം മാത്രം പറയാനാണ്, തന്നെപ്പോലെ തന്റെ അയൽവാസിയെയും സ്നേഹിക്കാനാണ്, ധർമ്മം ചെയ്യാനാണ്. ഒരു പുഞ്ചിരി പോലും ധർമ്മമാണെന്ന് അദ്ദേഹം പഠിപ്പിച്ചു. സ്ത്രീകളുടെ അഭിമാനം സംരക്ഷിക്കാൻ, അനാഥർക്ക് അഭയം നൽകാൻ, കല്ലുകളുടെയും മരങ്ങളുടെയും ദൈവങ്ങളിൽ നിന്ന് വഴിമാറിപ്പോകാൻ. ഈ ദൈവനിഷേധം കേട്ടുകൊണ്ടിരിക്കാൻ എനിക്ക് കഴിയുന്നില്ല. ഞങ്ങളൊരു പുരാതന സംസ്കാരത്തിന്റെ ആളുകളാണ്. ദൈവത്തിനെ അറിയാത്ത ആളുകൾക്ക് അതിനെ കല്ലെന്നും മരമെന്നും വിളിക്കാനാവൂ. ബിംബങ്ങളുടെ ബാഹ്യരൂപത്തെയല്ല, മറിച്ച് അതിനുള്ളിൽ കുടികൊള്ളുന്ന ആത്മാവിനെയാണ് ഞങ്ങൾ ആരാധിക്കുന്നത്. ശരിയാണ്, ബിംബാരാധന എല്ലാവർക്കും എപ്പോഴും ഉൾക്കൊള്ളാൻ കഴിയണമെന്നില്ല. നന്ദി തിരുമനസേ. ഇനി ഇവർ സ്ത്രീകളെക്കുറിച്ച് പറയുന്നത് എന്താണെന്ന് കേട്ടോളൂ. ദൈവം സ്ത്രീയെ പുരുഷന്റെ ഇണയായാണ് സൃഷ്ടിച്ചത്. അവൾ വ്യത്യസ്തയാണെങ്കിലും പുരുഷന് തുല്യാണ്. തുല്യരോ? നമ്മൾ അവരെ വിലയ്ക്ക് വാങ്ങുന്നു, തീറ്റിപ്പോറ്റുന്നു, വസ്ത്രം ധരിപ്പിക്കുന്നു, ഉപയോഗിക്കുന്നു, ഉപേക്ഷിക്കുന്നു. എന്നിട്ടവർ നമുക്ക് തുല്യരാണത്രേ. ദൈവം മനുഷ്യനെ ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നും സൃഷ്ടിച്ചു. ആമ്ര, നിന്നെ ഗർഭം ധരിച്ച സ്ത്രീയെപ്പോലെ നീ എല്ലാ സ്ത്രീകളെയും ബഹുമാനിക്കണം. എന്തുപറ്റി? അവന്റെ ഒരു ദൈവം വാചാലനാകുമ്പോൾ നിങ്ങളുടെ 300 ദൈവങ്ങൾക്ക് മിണ്ടാട്ടമില്ലേ? ദൈവം ഇതിനു മുമ്പും നമ്മോട് സംസാരിച്ചിട്ടുണ്ട്. ഇബ്രാഹിമിലൂടെയും നൂഹിലൂടെയും മൂസയിലൂടെയും ഈസയിലൂടെയും നമ്മളത് കേട്ടതല്ലേ? ഇപ്പോൾ മുഹമ്മദിലൂടെ ദൈവം സംസാരിക്കുമ്പോൾ എന്താണ് ഇത്ര അത്ഭുതം? ആ പേരുകളെല്ലാം നിങ്ങളെ ആരാണ് പഠിപ്പിച്ചത്? ആ പേരുകളെല്ലാം ഖുർആനിലുണ്ട്. മുഹമ്മദിനെ എനിക്കറിയാം. ആടിനെ മേച്ച് നടന്നിരുന്ന ഒരു അനാഥനായിരുന്നു അവൻ. ഞങ്ങളുടെ ക്രിസ്തു ഒരു മരപ്പണിക്കാരനായിരുന്നു. ക്രിസ്തു പറഞ്ഞത് തന്നെയാണ് മുഹമ്മദ് പറയുന്നത്. ആ 2 കിരണങ്ങളും ഒരേ വെളിച്ചത്തിൽ നിന്ന് തന്നെയാണ്. ക്രിസ്തുവിനെ തള്ളി പറയുന്നവരാണിവർ. പിതാവെന്നും പുത്രനെന്നും പരിശുദ്ധാത്മാവെന്നും 3 ദൈവങ്ങളുണ്ട് നിങ്ങൾക്കെന്നാണ് ഇവർ പറയുന്നത്. ക്രിസ്തുവിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ദൈവത്തിന് പുത്രനുണ്ടാവില്ലെന്നാണ് ഇവർ പറയുന്നത്. ക്രിസ്തു ദൈവപുത്രനല്ലത്രേ. ക്രിസ്തുവിനെക്കുറിച്ച് നിങ്ങൾ പറയൂ. ഞങ്ങൾ ക്രിസ്തുവിനെക്കുറിച്ച് പറയുന്നത് ഞങ്ങളെ പ്രവാചകൻ പഠിപ്പിച്ചതാണ്. മറിയം എന്ന പേരുള്ള കന്യകയുടെ ഉദരത്തിൽ ദൈവം തന്റെ ചൈതന്യം പകർന്നു. അവർ ഗർഭം ധരിച്ചു. അങ്ങനെയാണ് ഈസ എന്ന പ്രവാചകൻ പിറന്നത്. പ്രവാചകൻ പുത്രനല്ല. ക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ച് എന്തത്ഭുതമാണ് നിങ്ങളുടെ ഖുർആൻ പറയുന്നത്? ഞാനത് വിശദീകരിച്ചു തരാം. ഇങ്ങോട്ട് അടുത്തേക്ക് വരൂ.
പരമകാരുണികനും കരുണാവാരിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ. ഈ വേദത്തിൽ മറിയമിന്റെ വൃത്താന്തം വിവരിച്ചുകൊള്ളുക. അവൾ സ്വജനത്തിൽ നിന്നകന്ന് കിഴക്കുവശത്ത് ഏകാന്തിയായി കഴിഞ്ഞ സന്ദർഭം. അവൾ ഒരു തിരശ്ശീലയിട്ട് മറഞ്ഞിരിക്കുകയായിരുന്നു. ഈ അവസരത്തിൽ നാം നമ്മുടെ മലക്കിനെ അവരിലേക്ക് അയച്ചു. മലക്ക് തികഞ്ഞ മനുഷ്യരൂപത്തിൽ അവർക്ക് പ്രത്യക്ഷനായി. പെട്ടെന്ന് മറിയം പറഞ്ഞു, ഞാൻ നിങ്ങളിൽ നിന്ന് കാരുണ്യവാനായ അള്ളാഹുവിൽ അഭയം തേടുന്നു, നിങ്ങൾ ഒരു ദൈവഭയമുള്ളവനാണെങ്കിൽ. അദ്ദേഹം പറഞ്ഞു, ഞാൻ നിന്റെ റബ്ബിന്റെ ദൂതനാകുന്നു, നിനക്ക് വിശുദ്ധനായൊരു പുത്രനെ തരുന്നതിനു വേണ്ടി നിയുക്തനായവൻ. മറിയം പറഞ്ഞു, എനിക്ക് പുത്രനുണ്ടാവുന്നത് എങ്ങനെ? എന്നെ ഒരു പുരുഷനും സ്പർശിച്ചിട്ട് പോലുമില്ല, ഞാൻ ദുർനടത്തക്കാരിയുമല്ല. മലക്ക് പറഞ്ഞു, അவ்விധം തന്നെ സംഭവിക്കും. അപ്രകാരം പ്രവർത്തിക്കുക എനിക്ക് വളരെ നിസ്സാരമാണെന്ന് നിന്റെ റബ്ബ് പറയുന്നു. ആ കുഞ്ഞിനെ ജനങ്ങൾക്കൊരു ദൃഷ്ടാന്തവും നമ്മുടെ പക്കൽ നിന്നുള്ള കാരുണ്യവും ആക്കേണ്ടതിനത്രേ നാം ഇങ്ങനെ ചെയ്യുന്നത്. അത് സംഭവിക്കുക തന്നെ ചെയ്യും. ഞങ്ങൾക്കും നിങ്ങൾക്കും ഇടയിലുള്ള വ്യത്യാസം ഈ വരയേക്കാൾ വലുതല്ല. ഒരു മലയോളം സ്വർണം തരാമെന്ന് പറഞ്ഞാലും ഇവരെ നിങ്ങൾക്ക് വിട്ടുതരില്ല. നിങ്ങൾക്ക് സമാധാനമായി അബ്സീനിയയിൽ ജീവിക്കാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാലം അത്രയും ദൈവം നിങ്ങളെ രക്ഷിക്കട്ടെ. നന്മകൾ വരട്ടെ.